ആറാട്ടുപുഴ കള്ളിക്കാട് കൊടുവാക്കാട്ടിൽ കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ആറാട്ടുപുഴ കള്ളിക്കാട് കൊടുവാക്കാട്ടിൽ കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ഒപ്പം സാമ്പത്തിക സഹായ വിതരണവും നടത്തി. സ്കൂൾ കുട്ടികൾക്ക് ബുക്ക്, പെൻസിൽ മുതലായ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ, കുടുംബ ട്രസ്റ്റിൻ്റെ പേരിൽ കൊടുക്കുക മെയ് മാസം. അതുകൂടാതെ രോഗികളെ കണ്ടെത്തി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അംഗങ്ങൾ തന്നെ ഓരോ വീടും സന്ദർശിച്ച് ഔഷധമായിട്ട് കിടക്കുന്നവരെ അവരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ എത്ര പേർക്ക് സഹായം ചെയ്യണമെന്നുള്ളതിനനുസരിച്ച് ആ സഹായം അനുസരിച്ച് നമ്മളവരെ സഹായിക്കുക. ആ ലിസ്റ്റ് വരുന്നത്. ഇത് കൂടാതെ സാമ്പത്തിക സഹായം ശ്രീമാൻ ബേബി, ശ്രീമാൻ മനോഹരൻ ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. അത് തുക ഞാൻ പറയുന്നില്ല, കാരണം അതനുസരിച്ച് എമൗണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന തുക 5000-ഉം 2000-മാണ്. 5000 ബേബിക്കും, മനോഹരനും 2000. പക്ഷേ സാമ്പത്തികത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ കൂട്ടും, കുറയ്ക്കത്തില്ല, കൂട്ടും. എങ്കിലും ഇപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. പിന്നെ ഫ്ലാഷ് എന്ന ഓണത്തിൻ്റെത് സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നമ്മൾ ഓണാഘോഷം നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി വൈകിട്ട് 5 മണി വരെ നമ്മൾ വിടുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് രാവിലത്തെ നമ്മുടെ വെള്ളം, അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ സദ്യ, ഓണസദ്യ, അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ചായ, അത് കഴിഞ്ഞിട്ട് പിരിയാൻ നേരത്തെ ഒരേ വെള്ളം കൂടെ കൊടുക്കും. ഇത്രയായിരുന്നു നമ്മുടെ അന്നത്തെ പൊതുയോഗത്തിൻ്റെ. ആ പൊതുയോഗം കൂടെ അന്ന് ഈ ഓണ സദ്യ കൂടുന്ന അന്ന് തന്നെ നമ്മൾ പൊതുയോഗം നടത്തുന്നതാണ് നമ്മുടെ വാർഷിക പൊതുയോഗം. അപ്പോൾ വാർഷിക പൊതുയോഗവും ഓണസദ്യയും ഒരുമിച്ചാണ്. അത് അന്ന് 11 മണിക്ക് നമ്മൾ തുടങ്ങി 5 മണിക്ക് തീരുന്ന രീതിയിൽ അന്ന് ഈ ഇതിനുള്ള സകല ഫുഡ് ഐറ്റങ്ങളും നമ്മുടെ സംഘടനയായ കൊടുവാക്കാട്ടിൽ കുടുംബ ട്രസ്റ്റ് നൽകുന്നതാണ്. അപ്പോൾ വരേണ്ടത് കുടുംബത്തിലെ എല്ലാ ആൾക്കാരും കറക്റ്റ് 11 മണിക്ക് മുമ്പായിട്ട് നമുക്ക് യോഗ സ്ഥലത്ത് എത്തിച്ചേരണം. നമ്മൾ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുന്നതാണ്. 10 വീട്ടുകാർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് തങ്കക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ബോസ് നേതൃത്വം നൽകി. CDNet ന്യൂസ്, ആറാട്ടുപുഴ.